രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. ഒറ്റപ്പാലം ലക്കിടി സ്റ്റേഷനുകൾക്കിടയിൽ ക്ലിപ്പുകൾ കണ്ടെത്തി. 5 ഇടങ്ങളിലാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. ജനം ബ്രേക്കിംഗ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതിയ കണക്ക് പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 43.7 ലക്ഷം. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പുതിയ കണക്കുകൾ സമർപ്പിച്ചത്. തുടർച്ചയായ 2ാം ദിവസവും പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയാകാമെന്ന് അറിയിച്ചിട്ടും പ്രതിഷേധം. ഉപരാഷ്ട്രപതിയുടെ രാജിയും ആയുധമാക്കി. 2 തവണ നിർത്തിവെച്ച ലോക്സഭയും രാജ്യസഭയും. ജഗ്ദീപ് ധൻഖറിന്റെ രാജി സ്വീകരിച്ച് രാഷ്ട്രപതി. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി. അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചർച്ചകൾ സജീവം. NDA ഇന്ത്യ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ബ്രിട്ടനിലെ ഖലിസ്ഥാൻ ഭീകര സാന്നിധ്യം ഗൗരവമേറിയ വിഷയമെന്ന് വിക്രം മിശ്രി. ഖലിസ്ഥാൻ ഭീകരർ ബ്രിട്ടന് വെല്ലുവിളിയെന്നും വിദേശകാര്യ സെക്രട്ടറി. സാമൂഹ്യ സംഘർഷത്തിലേക്ക് വഴിവെച്ചേക്കുമെന്ന ആശങ്ക. ആദായ നികുതി ട്രൈബ്യൂണലിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. 199 കോടി രൂപ സംഭാവന വാങ്ങിയതിൽ കോൺഗ്രസിന് നികുതി ഇളവില്ല. സംഭാവനയ്ക്ക് നികുതി അടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം ശരിവെച്ച് ട്രൈബ്യൂണൽ. റിപ്പോർട്ടുകളിലേക്ക്. പാലക്കാട് ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. പാളത്തിലെ 5 ഇടങ്ങളിലാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവമുണ്ടായത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലൊരു ഇതിന് പിന്നിൽ എന്നറിയാൻ സാധിച്ചിട്ടുണ്ടോ? ദേവിക, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് RPFിൻ്റെയും കേരള പോലീസിൻ്റെയും അന്വേഷണം തുടരുകയാണ്. ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ 5 ഇടങ്ങളിൽ ഇരുമ്പ് കമ്പികൾ വെച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ്റെയും ഇടയിൽ മായന്നൂർ പാലത്തിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിൽ റെയിൽവേ പാളത്തിൽ 5 ഭാഗങ്ങളിൽ ഇരുമ്പ് കമ്പികൾ വെച്ചിരിക്കുന്നത്. കൃത്യമായി ഇതൊരു അട്ടിമറി ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെയും RPFിൻ്റെയും ഒക്കെ പ്രാഥമിക വിലയിരുത്തൽ. കാരണം ഇത്തരത്തിൽ 5 ഇടങ്ങളിൽ കമ്പികൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമുള്ള ഒരു ശ്രമം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പ്രാഥമികമായിട്ട് ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പ്രദേശത്തെ CCTV ക്യാമറകളോ മറ്റൊക്കെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം, അതായത് റെയിൽവേ പാളത്തിൽ സ്വാഭാവികമായിട്ടും CCTV മറ്റോ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ, ഈ റെയിൽവേ ട്രാക്കിന് തന്നെ അരികിലായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലെയും മറ്റുമൊക്കെ ഈ CCTV ക്യാമറകൾ മറ്റുമൊക്കെ പരിശോധിച്ചു കൊണ്ടുള്ളൊരു അന്വേഷണം സംഭവത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഈ റെയിൽപാളങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്നുള്ളത് തന്നെയാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ വളപട്ടണത്ത് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ വെച്ച നിലയിൽ കണ്ടത്. അതിനു മുമ്പ് അവിടെ തന്നെ അതേ പ്രദേശത്ത് തന്നെ കോൺക്രീറ്റ് സ്ലാബ് ഉൾപ്പെടെ റെയിൽവേ ട്രാക്കിൽ വെച്ച ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ കൊല്ലത്തും മറ്റ് ജില്ലകളിലൊക്കെ സമാന രീതിയിൽ ഈ റെയിൽവേ പാളങ്ങളിൽ അട്ടിമറി ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥിതിയുണ്ട്. നേരത്തെ റെയിൽവേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുന്നു. ട്രെയിനിന് നേരെയുള്ള കല്ലേറും അതുപോലെ തന്നെ ഇത്തരത്തിൽ പാളങ്ങളിൽ കമ്പിയും കല്ലുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന സംഭവങ്ങൾ കൂടുന്നു എന്നുള്ള തരത്തിലുള്ളൊരു ആശങ്ക റെയിൽവേ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതലായി നടത്തും എന്നുള്ളതും അറിയിച്ചിരുന്നു. ഏതായാലും റെയിൽവേയുടെയും പോലീസിൻ്റെയൊക്കെ അന്വേഷണം ഇത്തരം സംഭവങ്ങളിൽ തുടരുന്നതിനിടെയാണ് വീണ്ടും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്താണ് ഇത്തരത്തിൽ റെയിൽവേ പാളത്തിൽ കമ്പികൾ കണ്ടെത്തിയിരിക്കുന്നത്.
ശരി, പാലക്കാട് ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നു. റെയിൽ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. പാളത്തിലെ 5 ഇടങ്ങളിലാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? കാരണം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പ് ലഭിച്ചതായി അറിയാൻ കഴിയുന്നുണ്ടോ? ദേവിക, ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാനമായിട്ടും ധാരാളം ട്രെയിനുകൾ കടന്നു പോകുന്ന പാളമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക്, കോഴിക്കോട് തുടങ്ങി മുകൾ വശത്തേക്ക് കാസർഗോഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ കർണാടകത്തിലേക്കൊക്കെ കടക്കുന്ന തരത്തിലുള്ള പാളം. മറുവശത്താണെങ്കിൽ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെ അല്ലെങ്കിൽ കന്യാകുമാരി ഉൾപ്പെടെ കേരളത്തിൻ്റെ താഴ്വശത്തേക്ക് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള താഴ്വശത്തേക്കുള്ള പാളം. ഈ 2 പാളങ്ങളിലേക്കും കണക്ട് ചെയ്യുന്ന പ്രധാന പാളമാണ്. ഒരുപാട് ട്രെയിനുകൾ വരുന്ന പാളമാണ്. അവിടെയാണ് ഇങ്ങനെ ക്ലിപ്പുകൾ വെച്ചിരിക്കുന്നത്. 5 ഭാഗങ്ങളിൽ ധാരാളം ട്രെയിനുകൾ കടന്നു പോകുന്ന പാളത്തിലാണ് ഇത്തരത്തിൽ 5 ക്ലിപ്പുകൾ വിവിധ ഇടങ്ങളിലായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഗൗരവകരമായിട്ട് തന്നെയാണ് പോലീസും RPF ഒക്കെ കാണുന്നത്. കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ RPF ആണ് അവിടെ ആദ്യം എത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ കേരള പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുകയുണ്ടായി. ഈ കമ്പികൾ ഇത്തരത്തിൽ വളച്ച് മറ്റുമൊക്കെയുള്ള കമ്പികളാണ്, അത് ക്ലിപ്പുകളായിട്ടുള്ള കമ്പികളാണ്. അതിനെ വിവിധ ഇടങ്ങളിലായിട്ട് ഇങ്ങനെ 5ഓളം ഭാഗങ്ങളിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ അത് കൃത്യമായിട്ടൊരു ബോധപൂർവമായിട്ടുള്ള ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം അതിൽ കൃത്യമായി ഗൗരവമായിട്ട് തന്നെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം RPFിൻ്റെ ഭാഗത്തു നിന്നും 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും ചർച്ചയ്ക്ക് അവസരം നൽകാതെ സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും രാജ്യസഭയിലും ലോക്സഭയിലും ബഹളം വെച്ചും പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയും പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തി. ഇരുസഭകളും നിരവധി തവണ നിർത്തിവെച്ചു. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിനടുത്തെത്തി പ്രതിഷേധിച്ചത്. കർഷകരുടെ പ്രശ്നങ്ങളും ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബഹളം. തുടർന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏതു വിഷയത്തിലും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് അവസരം നൽകാനോ സീറ്റുകളിൽ പോയിരിക്കാനുള്ള സ്പീക്കറുടെ നിർദ്ദേശം അനുസരിക്കാനോ തയ്യാറാകാതെ പ്രതിപക്ഷം ബഹളം തുടർന്നു. आपने ऑपरेशन सिंदूर पे देखा है, इस विषय को भी आप ले आइए और सरकार हर विषय पे न केवल चर्चा करने के लिए तैयार है बल्कि उस पे जवाब देने के लिए तैयार है. तो मैं आग्रह करूंगा. പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയം ഇരുസഭകളിലും വിശദമായി ചർച്ച ചെയ്യുമെന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി JP നദ്ദയും രാജ്യസഭയിൽ അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്നതല്ലാതെ ഇരുസഭകളിലും ക്രിയാത്മകമായ ചർച്ചകൾക്ക് അവസരം നൽകാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷം തുടരുകയാണ്. ജനം, ഡൽഹി. വോട്ടർ പട്ടിക വിവാദത്തിൽ വീണ്ടും ഞെട്ടിച്ച് ബീഹാർ. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 43.7 ലക്ഷം വരുമെന്നാണ് കണക്ക്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്ക് നൽകിയിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചില ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 43.7 ലക്ഷം വരുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഈ രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന കേൾക്കുന്ന ഞെട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയപ്പോഴാണ് 43 ലക്ഷത്തിലധികം അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ, കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. 2003 ശേഷമുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം ഇതാദ്യമായാണ് SIR നടക്കുന്നത്. അതിലാണ് ഈ കണ്ടെത്തൽ. ഇത് ഏറ്റവും മോശകരമായി ബാധിക്കുന്നത് ഈ 43 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നതാണ് ഈ കണക്ക്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇനിയും കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇത് ബീഹാറിലെ മാത്രം കണക്കാണ്. അസമും ബംഗ്ലാദേശും ഒക്കെ വരുമ്പോൾ ഈ രാജ്യം ഞെട്ടിത്തരിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. ചുമ്മാതല്ല കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഇതിനെ എതിർത്തത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 43.7 ലക്ഷം വരും എന്നുള്ളതാണ് കണക്ക്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടർ ഐഡിയും ആധാർ കാർഡും ആധികാരിക രേഖകളായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കാരണം ആധാർ കാർഡ് പൗരത്വത്തിനുള്ള രേഖയല്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണഘടനാപരമായും നിയമപരമായും വോട്ടർ പട്ടിക പരിഷ്കരണം സാധുതയുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതായത് SIR പൂർത്തിയാകുമ്പോൾ അത് അസമിലും ബംഗാളിലും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എല്ലായിടത്തും വരും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ സഖ്യം ഇതിനെ എതിർത്തത് ഇതിൽ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. 43 ലക്ഷമാണ് ബീഹാറിൽ ഇതുവരെ കിട്ടിയ അനധികൃത കുടിയേറ്റ വോട്ടർമാർ. 199 കോടി രൂപ സംഭാവന വാങ്ങിയതിൽ കോൺഗ്രസിന് നികുതി ഇളവ് നൽകാനാകില്ലെന്ന് ആദായ നികുതി ട്രൈബ്യൂണൽ. സംഭാവനയ്ക്ക് നികുതി അടയ്ക്കണമെന്ന് വിധിച്ച ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം ട്രൈബ്യൂണൽ ശരിവെച്ചു. 2017-18 199 കോടി രൂപയിൽ കൂടുതലുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. സംഭാവനയിൽ നിന്നാണ് തുക ലഭിച്ചതെന്നും നികുതി ഒഴിവാക്കണമെന്നുമുള്ള കോൺഗ്രസിന്റെ ആവശ്യമാണ് ട്രൈബ്യൂണൽ തള്ളിയത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇതിലൂടെ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും കൂടി. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന് 2017-2018 സാമ്പത്തിക വർഷം അവർക്ക് വന്നിട്ടുള്ള സംഭാവനകളിന്മേൽ നികുതി അടയ്ക്കണമെന്നുള്ള നോട്ടീസ് നൽകിയിരുന്നു. അത് ഇത്ര ശതമാനം നികുതി അടയ്ക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അതിനെതിരെ കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പീൽ നൽകി. പക്ഷേ വലിയ തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പീൽ അധികാര ചുമതലയുള്ള അപ്പലേറ്റ് അതോറിറ്റി അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 199 കോടിയിലധികം വരുമാനത്തിന്മേൽ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ നൽകിയ നോട്ടീസ് ഉണ്ടായിരുന്നു. അതിനെതിരായ ഹർജിയാണ് തള്ളിയത്. തുക സംഭാവനകളിൽ നിന്ന് ഉള്ളതാണെന്നും അതിനാൽ നികുതി മുക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ കോൺഗ്രസ് കൃത്യസമയത്ത് ഇതിന്റെ നികുതി റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പലേറ്റ് അതോറിറ്റി. തൽക്കാലം അതിന് നികുതി അടയ്ക്കുക മാത്രമേ കോൺഗ്രസിന് മുന്നിൽ ഏക പോംവഴിയുള്ളൂ. ശരി ശ്രീകാന്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി രാജ്യത്ത് നിർവഹിക്കപ്പെടുന്നുണ്ടെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. പൊതുസമൂഹത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെ പ്രാമുഖ്യം ഊന്നി പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതി രാജ്യത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ശാക്തീകരണത്തിനും നിർണായക പങ്ക് വഹിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. देश के यशस्वी प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में जिस तरह से हम सामाजिक सरोकार के कार्य भी करते हैं, आपने देखा है माननीय देश के यशस्वी प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में शौचालय बनाने का काम पूरे देश के अंदर हो रहा है. क्योंकि आप देख सकते हैं कि स्वच्छता के लिए हमारे प्रधानमंत्री जी ने कितना बड़ा काम किया है. यही नहीं, उनका अभियान एक और बेटी बचाओ बेटी पढ़ाओ का अभियान, जो हमारा असमानता थी उसको भी पूरा किया है. ഖലിസ്ഥാൻ ഭീകരരുടെ ബ്രിട്ടനിലെ സാന്നിധ്യം ഗൗരവമുള്ള വിഷയമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനുള്ള മറുപടിയായിട്ടാണ് വിദേശകാര്യ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിരിക്കും മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു.
ബ്രിട്ടനിലെ ഖാലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം ഗൗരവമേറിയ വിഷയമെന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഇക്കാര്യം തുടർച്ചയായി ഭാരതം ബ്രിട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഖാലിസ്ഥാൻ ഭീകരർ ഭാരതത്തിന് മാത്രമല്ല ബ്രിട്ടനും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. വൻതോതിൽ ബ്രിട്ടനിൽ തന്നെ സാമൂഹ്യ സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചേക്കാവുന്ന പ്രശ്നങ്ങളാണെന്ന ആശങ്ക പോലും നിലനിൽക്കുന്നുവെന്നും വിക്രം മിശ്രി പറഞ്ഞു. The issue of the presence of Khalistani extremists and bodies close to these people is again something that we have brought to the attention of our partners in the UK. We will continue to do so. This is a matter of concern not only to us, but it should be a matter of concern to our partners as well, because this impacts social cohesion and social order in these other countries as well. ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ പരമപ്രധാനമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ പരാമർശത്തിലായിരുന്നു വിക്രം മിശ്രയുടെ മറുപടി. മാത്രമല്ല, ഉപരോധം സംബന്ധിച്ച് ബ്രിട്ടൻ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ജാഗ്രതയോടെ സമീപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. We have not yet seen any actions by the UK insofar as matters related to secondary sanctions, etc. are concerned. In any case, we have made very clear our view with regard to secondary sanctions. I think what you are pointing to in terms of the recent announcement by the European Union, we have been very clear that insofar as energy security is concerned, it is the highest priority of the Government of India to provide energy security for the people of India, and we will do what we need to do with regard to that. On energy related issues itself also, as we have said previously, it is important not to have double standards and to have a clear-eyed perception of what the global situation is insofar as the broader energy market is concerned, and where the providers of energy goods are located and where they're going to come from, and who needs energy at what point in time. പ്രധാനമന്ത്രി നാളെ ബ്രിട്ടൻ സന്ദർശിക്കാനിരിക്കുന്ന വേളയിലാണ് വിക്രം മിശ്രയുടെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യൻ ആകാശത്തോട് വിട പറയാൻ ഭാരത വ്യോമസേനയുടെ അഭിമാനമായിരുന്ന MiG-21 യുദ്ധവിമാനം 6 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം സെപ്റ്റംബറിലാകും ഔദ്യോഗിക യാത്രയയപ്പ്. ആകാശ കരുത്തിൽ പലതവണ മികവ് അറിയിച്ച യുദ്ധവിമാനമാണ് വിടവാങ്ങുന്നത്. വ്യോമയാന ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനവും ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട യുദ്ധവിമാനവുമാണ് MiG-21. പാന്തേഴ്സ് എന്ന് വിളിക്കുന്ന 23ാം സ്ക്വാഡ്രണിന്റെ ഭാഗമായ 3 വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത്. സെപ്റ്റംബർ 19-ന് ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിലാകും യാത്രയയപ്പ്. അരനൂറ്റാണ്ടോളം 60ഓളം രാജ്യങ്ങളിൽ MiG-21 വിമാനം ഉപയോഗിച്ചിരുന്നു. 20ലേറെ രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രതിരോധ കോട്ടയിലെ വിശ്വസ്തനായ പോരാളിയായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 1956 ഫെബ്രുവരി 14-നാണ് MiG-21 കന്നിപ്പറക്കൽ നടത്തിയത്. 1963-ലാണ് MiG-21 വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും MiG-21 പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതിർത്തി കടന്നെത്തുന്ന ശത്രു വിമാനങ്ങളെയും നിരീക്ഷണ വിമാനങ്ങളെയും തുരത്താനാണ് വ്യോമസേന MiG-21 ഉപയോഗിക്കുന്നത്. 5846 കിലോയാണ് ഇതിന്റെ ഭാരം. ഭാരക്കുറവുള്ളതിനാൽ തന്നെ അതിവേഗം ശത്രുക്കളെ ആക്രമിക്കാനാകും. സോവിയറ്റ് യൂണിയന്റെ ആദ്യ സംരംഭമായിരുന്നു MiG-21. പഴയ റഷ്യൻ വിമാന നിർമ്മാണ വിഭാഗമായ മിഖായൻ ഗുരേവിച്ച് എന്നതിന്റെ ചുരുക്കെഴുത്താണ് MiG. മിഖായൻ ഗുരേവിച്ച് രൂപകൽപ്പന ചെയ്ത എല്ലാ വിമാനങ്ങളിലും MiG എന്ന പേരുണ്ട്. MiG-21 വിടവാങ്ങൽ ഒരു യുഗത്തിന്റെ അവസാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. MiG-21 പോരാട്ടവും വിജയങ്ങളും എന്നും ഓർമ്മിക്കപ്പെടും. വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിലേക്കുള്ള പുത്തൻ ചുവടുവയ്പ് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ജനം. രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖലയ്ക്ക് കരുത്തേറുന്നു. കൊമേഴ്ഷ്യൽ ലോജിസ്റ്റിക്സിനായി രാജ്യത്തെ ആദ്യ മിഡ് ഹാൾ റീപവേർഡ് ഇലക്ട്രിക് ട്രക്ക് അവതരിപ്പിച്ച ഹെൻകൽ ഇന്ത്യ, അഗൽവാർ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ലിമിറ്റഡ്, കല്യാണി പവർ ട്രെയിൻ ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ സഹായത്തോടെയാണ് വാഹനത്തിന്റെ നിർമ്മാണം. 8 ടൺ ഭാരമുള്ള വാഹനത്തിന് കാർഗോ ലോഡ് ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. രാജ്യത്ത് ആദ്യമായാണ് ഹെവി ഡ്യൂട്ടി ട്രക്ക് പുറത്തിറക്കുന്നത്. ഇലക്ട്രിക് വാഹനമായതിനാൽ തന്നെ കാർബൺ ഉദ്ഗമനം കുറയ്ക്കാനാകും. ചെന്നൈ, പൂനെ ഹാലോൾ മേഖലയിലാകും ട്രക്ക് പ്രവർത്തിക്കുന്നത്. ലോജിസ്റ്റിക്സ് മേഖലയുടെ വൈദ്യുതീകരണത്തിലേക്കുള്ള പുത്തൻ ചുവടുവയ്പ്പാണ് ഇലക്ട്രിക് ട്രക്ക്.
ലാൻഡിങ്ങിന് പിന്നാലെ എയർ ഇന്ത്യ വിമാനത്തിന് തീപിടിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് തീപിടുത്തമുണ്ടായത്. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. ഉത്തരേന്ത്യയിലെ കൻവാർ യാത്ര കടന്നുവരുന്ന വഴികളിലുള്ള ഹോട്ടലുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമെന്ന് സുപ്രീം കോടതി. അതേസമയം ഹോട്ടലുകൾക്ക് QR കോഡ് നിർബന്ധമാക്കിയ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. സമാനമായ പ്രശ്നങ്ങൾ പരിഗണിക്കെ QR കോഡ് നിർബന്ധമാക്കിയ സർക്കാർ നടപടി പരിശോധിക്കണമെന്നും സുപ്രീം കോടതി സൂചിപ്പിച്ചു. ഉത്തരാഖണ്ഡിൽ നിന്നും പുറപ്പെടുന്ന കൻവാർ യാത്ര വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. യാത്ര കടന്നുവരുന്ന വഴിയിലെ ഹോട്ടലുകൾക്ക് രജിസ്ട്രേഷനും ലൈസൻസും നിർബന്ധമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവുകളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഇടക്കാല ഹർജിയാണ് ജസ്റ്റിസ് MM സുന്ദരേഷ്, ജസ്റ്റിസ് NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് തീർപ്പാക്കിയത്. അതേസമയം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾ നടപ്പാക്കിയ QR കോഡ് വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. QR കോഡുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിൽ പ്രധാന ഹർജിയായി പരിഗണനയിലുണ്ടെന്നും അത് പ്രത്യേകമായി തന്നെ പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൻവാർ തീർത്ഥാടകർ കടന്നുവരുന്ന വഴികളിലെ അഹിന്ദുക്കളുടെ ഹോട്ടലുകളിൽ മാംസഭക്ഷണങ്ങൾ പാകം ചെയ്തു നൽകുന്നതും മാംസങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റും ഭക്തർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കലർത്തി നൽകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുവിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിട്ടത്. ക്വിക്ക് റെസ്പോൺസ് കോഡുകൾ വഴി ഹോട്ടൽ ഉടമയുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന ഉത്തരവിനെതിരെയാണ് സ്വകാര്യ വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചത്. ജനം, ഡൽഹി. ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നുള്ള ജഗ്ദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ഉപരാഷ്ട്രപതി എന്ന പദവിയിലടക്കം രാജ്യത്തെ സേവിക്കാൻ ജഗ്ദീപ് ധൻഖറിന് അവസരങ്ങൾ ലഭിച്ചതായും അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജഗ്ദീപ് ധൻഖറിന്റെ രാജിയോടെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതിനും വൈദ്യോപദേശം അനുസരിക്കുന്നതിനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A അനുസരിച്ച് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നതായി കാട്ടി നൽകിയ കത്ത് രാഷ്ട്രപതി അംഗീകരിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജി സ്ഥിരീകരിച്ചു. ഉപരാഷ്ട്രപതി എന്ന പദവിയിലടക്കം രാജ്യത്തെ സേവിക്കാൻ ജഗദീപ് ധൻഖറിന് അവസരങ്ങൾ ലഭിച്ചതായും അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. നിലവിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹരിവംശ് നാരായൺ സിംഗാണ് രാജ്യസഭയുടെ ആക്ടിംഗ് ചെയർപേഴ്സൺ. രാജിവെച്ച് 60 ദിവസത്തിനുള്ളിൽ ഒഴിവ് നികത്തുന്നതിനുള്ള ഔപചാരിക തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമം നിശ്ചയിക്കും. ശേഷം BJP നേതൃത്വത്തിലുള്ള NDAയും ഇന്ത്യ സഖ്യവും വരും ദിവസങ്ങളിൽ അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായം ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കുന്നു. അതായത് MP-മാർ സ്ഥാനാർത്ഥികളെ മുൻഗണന അനുസരിച്ച് റാങ്ക് ചെയ്യണം. സെപ്റ്റംബർ 19 മുമ്പ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. ജനം, ഡൽഹി. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.